ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ പാർലറിലെങ്ങും പോയി ഒരു ഡയമണ്ട് ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിയും എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയമണ്ട് ഫേഷ്യലുമായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി എൻ്റെ ചാനൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ മറക്കരുത്. ഇത് 5 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. നമ്മൾ എന്താണെന്ന് മുഖം വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. അതിനുശേഷം ഓട്സ് പൗഡർ ആണ് ഈ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിൽക്ക്, ഒരു ടീസ്പൂൺ അളവിൽ, അല്ലെങ്കിൽ അത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പച്ചപ്പാൽ, കാച്ചാത്ത പാല്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഓട്സ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, കട്ടിയായിട്ടുള്ള ഓട്സ് അല്ല. അതിനെ മിക്സിയിലിട്ടൊന്ന് പൗഡറാക്കി എടുത്തിട്ടുള്ള ഓട്സാണ്. അത് നമ്മുടെ മുഖം ക്ലെൻസിങ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചപ്പാലാണ്. പാലും നമുക്കെല്ലാവർക്കും അറിയാം, പാല് നല്ലൊരു ക്ലെൻസറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്, ഇതൊരു സ്ക്രബ്ബറല്ല, സ്ക്രബ്ബറിൻ്റെ അത്ര തരിയൊന്നുമില്ല ഓട്സ് പൗഡറിന്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് മസാജ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ണിന് ചുറ്റും, അതുപോലെ ചുണ്ടിന് താഴെയും. അതുപോലെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ളത് കൈകളിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒട്ടും തന്നെ തരിയില്ലാത്തത് കൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് മസാജ് ചെയ്തെടുക്കാം. നല്ല ക്ലീൻ ആവും സ്കിന്ന്. അതുപോലെ ഇതുപോലെ ഓട്സ് പൊടിച്ച് വെച്ചിട്ട് പാല് അല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ ചേർത്തിട്ട് ഡെയിലി ഫേസ് വാഷായിട്ടും അത് ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് മാർക്കറ്റിലെ ഫേസ് വാഷുകൾ, കെമിക്കൽ ഫേസ് വാഷുകൾ ഒന്നും ഉപയോഗിക്കാതെ ഓട്സ് പൊടിയും ഒരൽപ്പം റോസ് വാട്ടറും ചേർത്ത് മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ റോസ് വാട്ടർ ഇല്ലെങ്കിൽ പാല് ചേർത്ത് മിക്സ് ചെയ്തിട്ട്, ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ നോർമൽ വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് എഫക്റ്റ് എന്നും നമുക്ക് മുഖം കഴിയുമ്പം കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കണ്ണിന് ചുറ്റുമൊക്കെ മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അതിനുശേഷം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുക്കുക. ഇനി അടുത്തത് പാക്കാണ്. മസാജ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നൊരു പാക്കാണിത്. അതിനായിട്ട് വേണ്ടുന്നത് തൈര്. ഇത് നല്ല രീതിയിൽ കട്ടിയുള്ള തൈരാണ്, എങ്കിലും അതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അതിനകത്തുള്ള കുറച്ചെങ്കിലും വെള്ളമയം ഉള്ളത്, ആ വെള്ളം അങ്ങ് ഊർന്നു പോവും. അതിനുശേഷം അരിപ്പയിൽ കിട്ടുന്ന കുറച്ച് കട്ടിയായിട്ടുള്ള തൈര്, ഇതല്പം പുളിയുള്ള തൈര് തന്നെയാണ്. അപ്പോൾ കട്ടിയായിട്ടുള്ള തൈര് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടുന്നത് ബീറ്റ്റൂട്ട് അരച്ചെടുത്തതാണ്. ഒരു ചെറിയ സൈസിലുള്ള ബീറ്റ്റൂട്ട് എടുക്കുക. അതിനെ തൊലിയൊക്കെ കഴുകി നന്നായിട്ട് തൊലിയെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തതാണിത്. അതിൽ നിന്നും ഒരു സ്പൂൺ, രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ അടുത്ത മസാജിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഓർമ്മ വരുന്നുണ്ടല്ലേ? എനിക്കും ഇപ്പോൾ ഇത് കണ്ടപ്പോൾ അതാണ് തോന്നിയത്. ബീറ്റ്റൂട്ട് പച്ചടി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു മസാജിങ് ചെയ്യാനായിട്ട് നല്ലൊരു പാക്കാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഓട്സ് പൗഡറും മിൽക്കും ഉപയോഗിച്ച് വാഷ് ചെയ്തെടുത്തിട്ടുള്ള മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തൈര് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ ഫേസ് പാക്കുകളിൽ ഞാൻ ഒരുപാട് പാക്കുകളിൽ, അതുപോലെ മുഖം നല്ല ഗ്ലാസ് പോലെ ആകുന്നതിനൊക്കെ തൈര് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൈര്, പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് തൈരും ബീറ്റ്റൂട്ടും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം, എന്താ കുളിരായിരുന്നു. കണ്ണിനും മുഖത്തിനും മൊത്തമൊക്കെ നല്ല തണുപ്പായിരുന്നു. തീർച്ചയായിട്ടും ഈ വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഈ നല്ലൊരു ഫേസ് പാക്കാണിത്. അതുപോലെ ഈ ഫേഷ്യൽ ആണെങ്കിലും നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നതിനും ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് ഓട്സും തൈരും ബീറ്റ്റൂട്ടും അതുപോലെ വളരെ കുറച്ച്
വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡെയിലി ഇത് ഉപയോഗിക്കുന്നതിനും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത് പാക്ക് ഉപയോഗിച്ചിട്ടും നന്നായി മസാജ് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ചും കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുന്നതിന് ഇതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ആ ബീറ്റ്റൂട്ടിൻ്റെ ഗുണങ്ങളെല്ലാം സ്കിന്നിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരാൾ മസാജ് ചെയ്ത് തരാനുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മസാജ് ചെയ്യുന്നതിന് ഓരോ മെത്തേഡുണ്ട്. അതേ രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ചെയ്ത് തരുമ്പോഴേ അത് കറക്റ്റ് ആകത്തുള്ളൂ. പിന്നെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ സ്കിൻ ലൂസാകാത്ത രീതിയിൽ മസാജ് ചെയ്ത് അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകിക്കളയാവുന്നതാണ്. നോർമൽ വെള്ളത്തിൽ മാത്രം വാഷ് ചെയ്താൽ മതി. ചൂടുവെള്ളം ഒന്നും വേണ്ട. അപ്പോൾ നന്നായിട്ട് ഉരച്ച് കഴുകി മസാജ് ചെയ്ത് കഴുകിക്കളയാം. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ പാക്ക് ഉപയോഗിക്കുന്നത്. പാക്കിനായിട്ട് ഒന്നുകിൽ മൾട്ടാണി മിട്ടി ഉപയോഗിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ചന്ദന പൗഡർ. ഇപ്പോൾ മാർക്കറ്റിലെല്ലാം കിട്ടുന്നതാണ്. മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നൊരു സംഭവമാണ് ചന്ദനത്തിൻ്റെ പൗഡർ. അതുമല്ല എന്നുണ്ടെങ്കിൽ ആട്ട, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ ആട്ട, അതായത് ഗോതമ്പ് പൊടി, അതും ഈ ഒരു പാക്കിനായിട്ട് ഉപയോഗിക്കുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ ഓട്സ് പൗഡറിന് പകരം ഇനി ഓട്സ് പൗഡർ തേക്കുന്നതിന് ബുദ്ധിമുട്ട് വല്ല ഉള്ളവർക്കും അതുപോലെ ഈ ആട്ട, അതായത് ഗോതമ്പ് പൊടിയും പാലും കൂടെ ചേർത്തിട്ട് മുഖം കഴുകുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാൻഡൽവുഡ് പൗഡർ അല്ലെങ്കിൽ ചന്ദനപ്പൊടി പാക്കറ്റിൽ കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ പാൽ ഉപയോഗിച്ചത് മിക്സ് ചെയ്യാം. ഇനി നോർമൽ സ്കിൻ ടൈപ്പിനും അതുപോലെ ഓയിലി സ്കിൻ ടൈപ്പും ആണെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ച് നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടി അല്ലെങ്കിൽ മൾട്ടാണി മിൽറ്റി ആണെങ്കിൽ അത്, അല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും. ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഒരിക്കൽ ഒന്ന് നോക്കി നോക്കണം. അതും വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ പാൽ ഉപയോഗിക്കാം. നോർമൽ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇതൊരു പാക്കാണ്. അപ്പോൾ ഇത് തേക്കുമ്പം ശ്രദ്ധിക്കാനുള്ളത്, മുഖത്തെല്ലാം നല്ല ഈവനായിട്ട് ഒരേ രീതിയിൽ മുഖത്തും കഴുത്തിലുമെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു 20 മിനിറ്റ് നമ്മൾ സംസാരിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് വലിച്ചിലൊക്കെ ഉണ്ടായിട്ട് മുഖത്തിങ്ങനെ ലൈൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മിണ്ടാതെ റെസ്റ്റ് ചെയ്യുക. ഒരു 20 മിനിറ്റ്. ഒരു ചെറിയൊരു വലിച്ചിൽ പോലെ അനുഭവപ്പെടും. ഇത് നന്നായിട്ട് ഉണങ്ങി സ്കിന്നിനകത്തൊക്കെ അബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്ത്, നന്നായിട്ട് ഉണങ്ങി പിടിച്ചിരിക്കുമല്ലോ സ്കിന്നിൽ, അതുകൊണ്ട് ഒരുപാട് വലിച്ചിളക്കി കളയാതെ ചെറുതായിട്ട് നനച്ച് കൊടുത്ത് അതിന് ശേഷം മസാജ് ചെയ്ത് കഴുകി കളഞ്ഞിട്ട് ഒരു സോഫ്റ്റ് ടവൽ കൊണ്ട് തുടച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇത് തുടച്ചെടുത്ത് നമ്മുടെ പാക്കും കഴിഞ്ഞു. ഇനി അടുത്ത 5ാമത്തെ സ്റ്റെപ്പാണ് ടോണർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ടോണർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ അഥവാ ഗുലാബ് ജൽ എല്ലാം നമ്മുടെ അടുത്തെല്ലാം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അത് ഇതുപോലെ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരല്പം കയ്യിലെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും ഈ ചൂടുകാലത്ത് ഇതുപോലെ റോസ് വാട്ടർ ഉപയോഗിക്കുന്നതും നല്ല സ്കിന്നിന് നല്ലൊരു കുളിർമ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഡയമണ്ട് ഫേഷ്യൽ. നമ്മൾ പാർലറിലൊക്കെ പോയി കൂടിയ ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടി നല്ല റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ സ്കിന്നിന് യാതൊരുവിധ തകരാറുകളും ഇല്ലാത്ത ഒരു ഫേഷ്യലാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ പ്ലീസ് ഇനിയെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. Thank you for watching and supporting.